ഒരുപാട് സ്നേഹത്തോടെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ കമൻസിന് ഒരുപാട് മാനിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നു, എയർ ഹോസ്റ്റസ് ലുക്കിൽ ഒരു സാരി ഡ്രിപ്പിംഗ് കാണിക്കുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാനതൊന്ന് ട്രൈ ചെയ്യുകയാണ്. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. ഇതെങ്ങനെയാണ് ഉടുക്കുന്നതെന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പോൾ ഉടുത്ത് തുടങ്ങാം. ആസ് യൂഷ്വൽ നമുക്ക് കംഫർട്ടായിട്ടുള്ള ചെരുപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞിട്ട് സേഫ്റ്റി പിന്നൊക്കെ റെഡിയാക്കി വെക്കുക. പിന്നെ നമുക്ക് സാരി ഉടുത്ത് തുടങ്ങാം. നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ഈ ഭാഗത്ത് ഫസ്റ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. ഇവിടെയും ഇൻസേർട്ട് ചെയ്യണം. ഒന്ന് റൗണ്ട് ചെയ്യുക. റൗണ്ട് ചെയ്തിട്ട് ഈ ഭാഗത്തൊക്കെ ഇൻസേർട്ട് ചെയ്ത് വെക്കണേ. പിന്നെ നമ്മളിവിടുന്ന് എടുക്കുന്നു. നേരത്തെ സാരി ഉടുത്തതിലൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ അണ്ടർ സ്കേർട്ട് നേവലിന് താഴെയാക്കിയിട്ടാണ് കെട്ടേണ്ടത്. ഒരു റൗണ്ട് വീണ്ടും എടുത്തതിന് ശേഷം നമ്മളെപ്പോഴും ഈ ഒരു ഏരിയയാണ് കറക്റ്റാക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഇവിടുത്തെ പ്ലീറ്റ് എടുക്കുന്നത്. നമ്മുടെ മുന്താണിക്കുള്ള പ്ലീറ്റ് എടുക്കുകയാണ്. പ്ലീറ്റ് എടുക്കുമ്പോൾ വളരെ ചെറിയ രീതിയിലുള്ള പ്ലീറ്റ് എടുക്കുക. ചെറിയ പ്ലീറ്റ് എടുക്കണം. ഇവിടെ എല്ലാം വളരെ കൃത്യമായിട്ട് കറക്റ്റ് അളവിലെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്കത് ഇവിടെ ഒരു വൃത്തിക്ക് തോന്നില്ല. എല്ലാം വളരെ കറക്റ്റായിട്ട് ഒപ്പം എടുക്കണം. പിന്നെ നമ്മൾ ഇവിടെ പിടിച്ചാൽ മാത്രം പോരാ, ഇവിടെയും കറക്റ്റ് ആക്കാനായിട്ട് ശ്രമിക്കണം എന്നല്ല, കറക്റ്റായിട്ട് എടുക്കണം. നമ്മൾ ഇവിടുന്ന് ഈ ലാസ്റ്റ് എടുത്തില്ലേ, ഇവിടുന്ന് കറക്റ്റായിട്ട് എടുക്കാം. അപ്പോൾ ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് വരുള്ളൂ. ഇതെല്ലാം ഇങ്ങനെ ഇതിൽ ഈസിയായിട്ട്, ഈ ഒരു മെറ്റീരിയൽ ഈസിയായിട്ട് എടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇത്രയുമായിട്ട് നമ്മളെന്ത് ചെയ്യുക, ഈ ഒരു ലെങ്ത്ത് നോക്കിയിട്ട് നല്ല രീതിയിൽ ഇറക്കി ബാക്കിലായിട്ട് പിൻ ചെയ്യാം. പിൻ ചെയ്തു. പിന്നെ നമ്മളിവിടെ ലാസ്റ്റ് ഇതെല്ലാം കറക്റ്റായിട്ട് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെയാണ് പിന്നെ ചെയ്യേണ്ടത്. കറക്റ്റായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് നല്ല ടൈറ്റിൽ ഇങ്ങനെ ഇവിടെ എടുക്കണം. ഇവിടെ നല്ല ടൈറ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ, നേരത്തെയൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ നേരത്തെയുള്ള നമ്മുടെ എപ്പിസോഡ്സിൽ ഇവിടെ ഇങ്ങനെ കുത്തുന്ന രീതിയായിരുന്നു. ഇത് അങ്ങനെയല്ല. ഇതിന് നമുക്ക് ഇവിടെ വല്ലാതെ ഞൊറി വേണ്ടാത്തതുകൊണ്ട് നല്ല ടൈറ്റിലെടുത്ത് നമ്മൾ ഈ ഭാഗത്ത് ഈ ഒരു ഏരിയയിൽ വന്ന് പിൻ ചെയ്യാം. പിൻ ചെയ്തു. പിന്നെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് പ്ലീറ്റ് എടുത്ത് തുടങ്ങാം കേട്ടോ. ഇവിടെ നിന്ന് എടുക്കുന്നു. ഇവിടെയും കുഞ്ഞ് പ്ലീറ്റ് തന്നെ എടുക്കുക. നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഇവിടെ കറക്റ്റ് ഒപ്പത്തിലായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ ഈ ഞൊറികളൊക്കെ ഇതെല്ലാം കറക്റ്റായിട്ട് ഒന്നിച്ചിങ്ങനെ ഒപ്പമായിട്ട് നിൽക്കണം കേട്ടോ. നല്ല ഭംഗിക്കിരിക്കുള്ളൂ. അത് കഴിഞ്ഞു. നമ്മളിപ്പോൾ ഇങ്ങനെ എടുത്തത് ഇതേ ഇങ്ങോട്ടും ഒന്നും കൊടുക്കണ്ട. ഇങ്ങോട്ട് എന്ന് പറയുമ്പോൾ ഏത് സൈഡാണ് വരുന്നത്? ലെഫ്റ്റ് സൈഡിലേക്ക്. യെസ്, ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുക. എടുത്തിട്ട് നമ്മൾ ഇവിടെ കുറച്ച് ഒരെണ്ണം കൂടെ എടുക്കാനുണ്ടാകും. പക്ഷേ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റായിട്ട് നിൽക്കില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനിങ്ങനെ വിട്ട് കഴിഞ്ഞാൽ മതി കേട്ടോ. നമ്മൾ വീണ്ടും ഇവിടെ കൂടെ ഒരു പിൻ ചെയ്യാനുണ്ട്. നമ്മളിങ്ങനെ പിൻ ചെയ്യുമ്പില്ലേ, ഇതെല്ലാം ഒന്നിച്ച് ഒപ്പം പിടിച്ചിട്ട് നമ്മുടെ ഇറക്കം കറക്റ്റായിട്ട് നോക്കിയിട്ട് നമ്മുടെ താഴെ ഫ്ലോറിൽ മുട്ടണം. അത് നോക്കിയിട്ട് അങ്ങനെ നോക്കിയിട്ട് വേണം നമ്മളത് പിൻ ചെയ്യണമെങ്കിൽ. ഇവിടെ വെച്ചിട്ട് കറക്റ്റ് പിൻ ചെയ്ത് കൊടുക്കുക. ഈ മെറ്റീരിയലേ പിന്നെ ഇതിനകത്തേക്ക് പ്രസ്സാവാൻ ഭയങ്കര പ്രയാസമുണ്ട്. ആയി. ഇത് നമ്മൾ പിൻ ചെയ്തതിന് ശേഷം ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ മടക്കൊന്നും വരാത്ത രീതിയിൽ വൃത്തിയായിട്ട് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്തപ്പോൾ കണ്ടോ, ഇവിടെ ഈ ഒരു ഏരിയ എങ്ങനെ എത്ര നല്ല ഭംഗിക്കാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതെന്ന്. ഓരോ പ്ലീറ്റും കണ്ടോ, ഇത്രയും നല്ല രീതിക്ക് ഇങ്ങനെ നിൽക്കണം. പിന്നെ ബാക്കി വരുന്ന ഇത്രയും ഭാഗം എല്ലാം ഇതിനകത്തേക്ക് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയയിലുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഇത് കറക്റ്റായിട്ട് ഇവിടുത്തെ പ്ലീറ്റ് ഒന്നിച്ച് കറക്റ്റാക്കി വെക്കുകയെന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം കറക്റ്റാക്കി എടുത്ത് വയ്ക്കുക. ഇതിലൂടെ നമ്മൾ കുത്തിയത് എത്ര പ്ലീറ്റാണോ വന്നിരിക്കുന്നത് അത്രയും ഇവിടെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ എല്ലാം വൃത്തിക്ക് ഇങ്ങനെ ഒതുക്കി ഇങ്ങനെ കൊടുത്താൽ ഇവിടെ ഇപ്പോൾ ഒരു 1 പ്ലീറ്റ് ഇങ്ങനെ വരുമെന്നേ ഉള്ളൂ. ചിലപ്പോൾ അത് വന്നില്ലാന്ന് വരും. പക്ഷേ ഇവിടെ എല്ലാം കറക്റ്റായിട്ട് ഇങ്ങനെ വൃത്തിക്ക് ഇങ്ങനെ ഇരിക്കും. ഞാൻ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് സീരിയസ് ആയി അല്ലേ. ഇവിടെ ഇതിങ്ങനെ ആക്കി ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് നമ്മളിവിടെ ഈ ബാക്കിലേക്ക് പിൻ ചെയ്ത് കൊടുത്തുവല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലേക്ക് ഇവിടെ ഒന്ന് ഞൊറി ഒപ്പം ഒന്ന് എടുക്കുക.
അത് നമ്മളിവിടെ ഇങ്ങനെ ചെയ്യുമ്പോഴില്ലേ, നമ്മളിവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യണം. അപ്പോൾ ചിരിയൊന്നും ഇപ്പോൾ വരില്ല. ഇവിടെ ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ വളരെ സിമ്പിളായിട്ട് എയർ ഹോസ്റ്റസ് ലുക്കിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇതിപ്പം നമുക്ക് സാധാരണ രീതിയിൽ ഇപ്പോൾ സാരി കൊടുക്കുന്നതിന് ഒരു ചേഞ്ച് ആയിട്ട് ഇങ്ങനെയൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ സാരി ഇഷ്ടപ്പെടുന്നവർ ഇങ്ങനെ ഈ ഒരു ലുക്കും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് പറയാനായിട്ടുള്ളത്, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം തുടക്കമാണ്, സബ്സ്ക്രൈബേഴ്സ് കുറവ് കണ്ടുകൊണ്ട് ചിലർക്കൊക്കെ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിയായിരിക്കും. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് വേണം, എന്നാലേ എനിക്ക് മുന്നോട്ട് ഓരോ വീഡിയോസുകളൊക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ടാറ്റ, ബൈ ബൈ, സീ യു, നമസ്കാരം.